അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഹുജറാത്ത് സൂറത്തിൻ്റെ 12-ാം വചനം, മദനിയായ 12-ാം വചനമാണ് നാം ഇവിടെ ഓതിക്കേൾപ്പിച്ചത്. യഥാർത്ഥത്തിൽ തഫ്സീറുകളെ വിശദീകരിക്കേണ്ടത് തഫ്സീർ പണ്ഡിതന്മാരാണ്, നാമോ നിങ്ങളോ അല്ല. തഫ്സീർ പണ്ഡിതനായ ഖുർത്തുബി ഇമാം ഇതിൻ്റെ സബബുൻ നുസൂലായി പറയുന്നത്, രണ്ട് സമ്പന്നരായ സ്വഹാബികൾ ഒരു യാത്രയ്ക്ക് പോകുന്നു. യാത്രയ്ക്ക് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബികളോടുകൂടെ ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. വഴിമധ്യേ അവർ ഒരു വിശ്രമ സ്ഥലം കണ്ടെത്തി അവിടെ താമസിച്ചു. ആ താമസിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സൽമാൻ എന്ന ഈ അടിമ അവിടുന്ന് ഉറങ്ങിപ്പോകുന്നു. സമ്പന്നനായ ഈ സ്വഹാബികൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ പാത്രത്തളികയിൽ ഭക്ഷണങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു. അങ്ങനെ സൽമാനെ വിളിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകാൻ പറയുന്നു. മുത്തുനബിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദ്ഹബ് ഇലാ ഉസാമത്ത് ബിൻ സെയ്ദ്, നിങ്ങൾ ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ അടുത്തേക്ക് പോകണം, അവിടെ എന്തെങ്കിലും ഭക്ഷിക്കാൻ നിങ്ങൾക്കുണ്ടാകുമെന്ന്. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്ക് പോകുമ്പോൾ അവിടുന്ന് ഉസാമ തങ്ങൾ പറയുകയാണ്, മാ ഇൻദി ഷൈഉൻ, എൻ്റെ അടുക്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൽമാനെ തിരിച്ചു അയക്കുകയാണ്. അങ്ങനെ സൽമാൻ തിരിച്ച് സമ്പന്നരായ ആ രണ്ട് സ്വഹാബികളുടെ അടുത്തേക്ക് വരുന്നു. അവരോട് കാര്യം ബോധിപ്പിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, മാലി ഹളറത്തുൽ ലഹമ ഫീ അഫ്വാകിഹിം, അവരുടെ അടുത്തുണ്ട് കദ്കാന ഇൻദഹു ലാകിന്നഹു ബുഖ്ലുൻ, അവരുടെ അടുത്തുണ്ട്, എന്നിരുന്നാലും അവർ കൊടുക്കാത്തത് ഒരു ബഖീലായതുകൊണ്ടാണെന്ന്. എന്നാൽ ഈ വാർത്ത നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ട് സ്വഹാബികളെയും വിളിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വല്ലാഹു മാലി ഹളറത്തുൽ ലഹമ ഫീ അഫ്വാകിഹിം, തീർച്ചയായിട്ടും നിങ്ങളുടെ വായിൽ ഞാനൊരു ഇറച്ചി കഷ്ണം കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, വല്ലാഹി മാ അകൽനാ ഫീ യൗമിനാ ഹാദാ ലഹ്മൻ വഗൈറഹ്, റസൂലേ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നേ ദിവസം ഒരു ഇറച്ചി പോയിട്ട് ഒരു ഭക്ഷണവും ഇന്ന് ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാകിന്നകും ആദിൽതുമാ തഅകുലാനി ലഹ്മ സൽമാന വഉസാമ, നിങ്ങൾ സൽമാന്റെയും മുസാമിന്റെയും ഇറച്ചി നിങ്ങൾ ഭക്ഷിച്ചിട്ടില്ലേ എന്ന് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് ഖുർത്തുബി ഇമാം തന്നെ പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനുജ്തനിബു കസീറൻ മിനൽ-ളൻനി ഇന്ന ബഅദൽ-ളൻനി ഇസ്ം, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ലൊന്ന് ഭാവിക്കുന്നതിനെ പറ്റി, ലൊന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്ന ബഅദൽ-ളൻനി ഇസ്ം, കാരണം തീർച്ചയായിട്ടും ലൊന്ന് എന്നുള്ളത് അത് കുറ്റമാണ് എന്ന് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. തഫ്സീറുൽ ഖുർത്തുബിയിൽ തന്നെ നമുക്ക് വേറൊരു വിഷയവും കാണാം, ഐലാ തളിന്നു ബി അഹ്ലിൽ ഖൈറാനി കുൻതും മിൻ ളാഹിരി അംരിഹിമുൽ ഖൈർ, ഐലാ തളില്ലു ബി അഹ്ലിൽ ഖൈറാനി, നിങ്ങൾ ഖൈർ
ഹൈറിന്റെ അഹ്ലുകാർ പറയുന്നതിനെ കുറിച്ച്, അവരെ ലന്ന് ഭാവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം മിൻലാഹിരി അംരിമുൽ ഖൈർ, നിങ്ങൾ അതത്ര ബോധ്യമുള്ളതാണ് ആ കാര്യം പറയുന്നതെങ്കിലും നിങ്ങൾ ഹൈറിന്റെ അഹ്ലുകാർ അവരെ കുറിച്ച് ലന്ന് ഭാവിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഖുർത്തുബിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ആശയം തന്നെ തുബ്രാനി ഇമാമും പറഞ്ഞതായി നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാം. ഇയ്യാക്കും വല്ലൻ, നിങ്ങൾ ലന്ന് ഭാവിക്കരുതേ. വഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ലന്നിന്റെ വർത്തമാനം എന്നുള്ളത് അത് കളവ് എന്ന് പറയുന്ന ഒരു കളവാണ് ലന്നി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ലന്നിനെ ഭാവിക്കരുതേ എന്ന് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞില്ല, വതനാജസു, നിങ്ങൾ ചൂഴ്ന്നിറങ്ങി അവരെ അന്വേഷിക്കരുത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും അന്വേഷണങ്ങൾ ചെയ്യരുത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല വലാ തഹസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. നിങ്ങൾ പരസ്പരം അസൂയ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലാ തബഅദു, പരസ്പരം നിങ്ങൾ കോപിക്കരുത്. വകാനു ഇബാദല്ലാഹ്, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സൂറത്തിന്റെ ബാക്കി അവിടുന്ന് വായിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ചിലരെ ഒയ്ബത്ത് പറയുന്നുണ്ട്. ആ പറയുന്നത് നിങ്ങൾ നിർത്തണേ, നിങ്ങൾ ഒയ്ബത്ത് പറയരുതേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു തആല അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഇതിനെക്കുറിച്ച് തഫ്സീറായ റൂഹുൽ മഹാനിയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായി കാണാം. ലാ യദ്കുറു ബഅദുകും ബഅദാ ബിമാ യുക്റഹു ഫീ ഒയ്ബത്തിഹി, ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ചിലർ അയാളെക്കുറിച്ച് അയാൾ ഒയ്ബായ സമയത്തിൽ അവിടുന്ന് അയാളെക്കുറിച്ച് ഈബത്ത് പറയുകയാണെങ്കിൽ ആ പറയുന്നത് നിങ്ങൾ പറയരുതേ എന്ന് അവിടുന്ന് റൂഹുൽ മആനിൽ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സമയത്ത് അവിടുന്ന് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഈബത്ത് എന്നതിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുന്ന് പറഞ്ഞു, ആ തദ്റൂന മൽ ഐബത്ത് എന്നാൽ എന്താണ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അള്ളാഹു റസൂലു അഅലം എന്നാണ്. ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അതദ്റൂന ലൗ കാന ഫീ ആഖിരി വമ്മാ ഖൗൽ, അവനിലുള്ള ഒരു കാര്യം പറഞ്ഞാലോ റസൂലേ? അവിടുന്ന് പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇതബ്തഹു, അവനിലുള്ള ഒരു കാര്യം പറയൽ എന്നുള്ളത് അത് ഈബത്താണ്. എന്നാൽ വ ഇൻ ലം യകുൻ ഫീഹി മാ തഖൂലു ഫഖദ് ഇഹ്ബതഹു, ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞാലോ അത് കളവായിട്ടായിരിക്കും സംഭവിക്കുക. വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നിറങ്ങി അന്വേഷിക്കരുത്. തഫ്സീറുൽ ഖുർത്തുബിയിലും ഹുദൂ മാ ലഹറ, നിങ്ങൾ ലാഹിറിനെ പിടിക്കേണ്ടതുണ്ട്. വലാ തത്തബിയുൽ ഔറാത്തിൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ന്യൂനതകളെ പിറകെ പോകേണ്ട ആവശ്യമില്ല. ഹത്താ തത്തലു അലൈഹി ബഅദ അൻ സത്രത്തുല്ലാ, അല്ലാഹു ആ കാര്യമായിരിക്കും നീ മറച്ചു വെച്ചതായിരിക്കും, നീയായിട്ട് അതിനെ ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കരുത്. മിസ്ലുല്ലാഹ ഐബതി ബിഅഖിൽ മൈതതി, ഈബത്ത് പറയുന്നതിനെ കുറിച്ച് അല്ലാഹു മയ്യിത്തിനെ ഭക്ഷിക്കുന്നത് പോലെയാണ് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിച്ചത്. അതുകൊണ്ട് വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, വളരെ സൂക്ഷ്മതയോടുകൂടെ നിങ്ങൾ ജീവിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അവൻ തൗബ ചെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കുന്നവനും അവൻ റഹീമും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം തൗബ ചെയ്ത് നമ്മൾ ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.